നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 832nd day. Today, first sloka of Pradhamaskandam, 9th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 832 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ഓം തത്സത്. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. പ്രഥമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. സൂത ഉവാച ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മവിവിത്സയാ തദോ വിനശനം പ്രാഗാദ്യത്ര ദേവവ്രതോപദത്. ഓം തത്സത്. ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മവിവിത്സയാ തദോ വിനശനം പ്രാഗാദ്യത്ര ദേവവ്രതോപദത്. ഓം. പദം പിരിക്കേണ്ടത് ഇതി ഇപ്രകാരം, പ്രജാദ്രോഹാത് ഇതി ഭീത, ഇതി ഭീത പ്രജാദ്രോഹാത് ധർമ്മ വിവിത്സയ തദോ വിനശനം പ്രാഗാത് അത്ര ദേവവ്രതോ പദത്. ദേവവ്രത പദത്. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഇതി ഇപ്രകാരം, പ്രജാദ്രോഹാത് പ്രജകൾക്കു ചെയ്ത ദ്രോഹം കാരണമായിട്ട്, ഭീത ഭയപ്പെട്ടവനായിട്ട്, യത്ര ഏതു ദിക്കിൽ, ദേവവ്രത ദേവവ്രതൻ ഭീഷ്മരുടെ വേറൊരു പേരാണ്. ദേവവ്രതൻ എന്നായിരുന്നു ആദ്യത്തെ പേർ. ദേവവ്രതർ ഭീഷ്മർ അപദത് പതിച്ചുവോ, ദേവവ്രതോ അപദത്. അങ്ങനെയാണ് ദേവവ്രതോ പദത് എന്നുള്ളത് പാരായണം ചെയ്യേണ്ടത്, പദം പിരിക്കേണ്ടത്. ദേവവ്രതോ അപദത് പതിച്ചുവോ സർവധർമ്മ വിവിത്സയ എല്ലാ ധർമ്മങ്ങളെയും അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ, തഥാ അവിടെ നിന്ന്, വിനശനം കുരുക്ഷേത്രത്തെ, പ്രാഗാത് പ്രാപിച്ചു. അതായത് ഇപ്രകാരം, ഇത് ഇപ്രകാരം ആ 9ാം അധ്യായത്തിൽ യുധിഷ്ഠിരന് ഭീഷ്മർ ചെയ്യുന്ന ധർമ്മോപദേശവും ഭീഷ്മർ ഭഗവാനെ സ്തുതിക്കുന്നതും ഭീഷ്മർക്ക് മുക്തി ലഭിക്കുന്നതും എന്നൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മപുത്രരുടെ മനസ്സിൽ ഈ അവിവേകത്തെ ജനിപ്പിച്ചത് ഈ കാര്യം സാധ്യത്തിന് വേണ്ടിയാണ്. അതായത് ഭീഷ്മരെ കണ്ട് ധർമ്മോപദേശം ലഭിക്കുവാനും ഭീഷ്മർക്ക് മോക്ഷം നൽകുവാനും ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് ഭീഷ്മർക്ക് മുക്തി ലഭിക്കുവാനുമാണ്. അപ്രകാരം മനസ്സിൽ തോന്നിയ ആ തൻ്റെ ഭീതി അകറ്റുവാനായിട്ട് എവിടെയാണോ ദേവവ്രതൻ പതിച്ച് കിടക്കുന്നത്, അതായത് ഉത്തരായണം വരുവാനായിക്കൊണ്ട് ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവാണ്. എപ്പോഴാണ് മരണം വേണം എന്ന് കരുതുന്നത് അപ്പോൾ മാത്രമേ മരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം ഭീഷ്മ ഭഗവാൻ പിതാമഹനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുരുക്ഷേത്രത്തിൽ ശരശയ്യയിൽ കിടക്കുന്ന ആ ഭീഷ്മ പിതാമഹനെ കാണാനായിട്ട് യുധിഷ്ഠിരനും മറ്റുള്ള എല്ലാവരും ചെന്നു, യാത്ര ചെയ്തു. കുരുക്ഷേത്രത്തെ നോക്കി യാത്ര ചെയ്തു. സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ കിടക്കുന്ന സ്ഥലത്തേക്ക് യുധിഷ്ഠിരൻ എല്ലാവരെയും കൂട്ടി പോയി. തൻ്റെ മനസ്സിൻ്റെ ഭീതി അകറ്റുവാൻ വേണ്ടിയിട്ട് താൻ ചെയ്ത കാര്യങ്ങളുടെയെല്ലാം സൂക്ഷ്മസ്ഥിതി, ധർമാധർമ്മ വ്യവസ്ഥകളെല്ലാം അറിയണം എന്നുള്ള ആഗ്രഹം ധർമ്മപുത്രരുടെ മനസ്സിൽ ഭഗവാൻ ജനിപ്പിച്ചു. അപ്രകാരം ധർമ്മപുത്രരും യുധിഷ്ഠിരനും യുധിഷ്ഠിരൻ്റെ പേര് തന്നെയാണ് ധർമ്മപുത്രർ. യുധിഷ്ഠിരനും മറ്റുള്ള ശ്രീകൃഷ്ണ ഭഗവാനും എല്ലാവരും അങ്ങോട്ടേക്ക് കുരുക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്.
ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ഇതി ഭീതപ്രജാദ്രോഹാത് സർവധർമ്മവിവിത്സയാ തതോ വിരശനം പ്രാഗാത് അത്ര ദേവവ്രതോപതത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.